guys, welcome back to a തട്ടിക്കൂട്ട് തട്ടിപ്പ് ഗെയിം പ്ലേ വീഡിയോ ഓഫ് GTA 5. അപ്പോൾ ഗൈസ് നമ്മളിത് ഒറിജിനൽ GTA 5 ആയിട്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് GTA 5 കളിക്കണത്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം അറിയാം. നമുക്ക് തൽക്കാലം ഇപ്പോൾ ആദ്യം തന്നെ ഗൺ ഷോപ്പിലോട്ട് വെക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചാന്മാരുടെ ശരിക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. മച്ചാന്മാരെ നിങ്ങളപ്പോൾ ലൈക്ക് അടിച്ചില്ലേ, ലൈക്ക് അടിക്കുക. സബ് ചെയ്തില്ല, സബ് ചെയ്യുക. വീഡിയോ തീർത്ത് കാണാൻ നോക്കുക, ലൈക്ക് അടിക്കുക, ചാനൽ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ. നമുക്ക് നൈസായിട്ട് ഗൺ ഷോപ്പിലോട്ട് വിടാം ഗൈസ്. ഓ എന്താ ഒരു രസമായി GTA 5 കളിക്കുക. ആരുടെ തുടക്കത്തിൽ തന്നെ പണി തന്നത് നൻപക്ക് കൊത്തില്ല ഹണ്ടി മകന്. ഓക്കെ, ഇങ്ങനെ പോണതിന് ഒരു രസമില്ല. നമുക്ക് മറ്റേ റൂഫൊക്കെ ഇടാം, അതാണ് അതിൻ്റെ ഒരു രസം. സൗന്മാരവിടെ മണം വിട്ട പോലെ പോകുന്നുണ്ട്. ആ പോലീസും ഉണ്ടല്ലോ പുറകെ, കൈസ് കിറുക്കന്മാരും ഉണ്ട് പുറകെ. നമുക്ക് പെട്ടെന്ന് വിടാം ഗൈസ്. ഇപ്പോൾ നമ്മുടെ കാറിൻ്റെ ലെവലൊന്ന് നോക്ക് ഗൈസ്. നമ്മൾ ലോ എൻഡ് PC കളിക്കുന്നത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗ്രാഫിക് ഇഷ്യൂവും ചെറിയ ലാഗൊക്കെ ഉണ്ടാവും. അതൊക്കെ സഹിക്കുക. അങ്ങനെ മച്ചന്മാരെ നമ്മൾ ഗൺ ഷോപ്പിലോട്ട് വന്ന് കയറിയിരിക്കുകയാണ്. ഇവിടെ അമ്മുനേഷൻ. ഓക്കെ, അമ്മു കടയിൽ നമ്മളിപ്പോൾ കയറാം. അയ്യോ, അമ്മുനേഷനാണല്ലേ. ആ കടയിൽ നമ്മൾ കയറാണ് മച്ചാന്മാരെ. മച്ചാനെ തോക്ക് വെടിവെക്കാൻ പറ്റണ ഉണ്ടയൊക്കെ വേണം. ഉണ്ടിയില്ലാന്ന് തോക്കണം, തല അടിക്കാൻ പൊളിക്കും മച്ചാൻ. ഇതിലിപ്പോൾ ഏത് തോക്ക് വേണം? പിസ്റ്റല് വേണോ? എനിക്കറിയാൻ പാടില്ല ഏതൊക്കെ സെലക്ട് ചെയ്യണമെന്ന്. നമുക്ക് വലിയ തോക്ക് തന്നെ വേണം. ഇമാതിരി കുഞ്ഞി പീക്കറി സാധനമൊക്കെ പിള്ളേർക്ക് വെടിവെച്ച് കളിക്കാനുള്ളതാണ്. നമുക്ക് മറ്റേ വലുത് വേണം. വലുത് ഉണ്ടായാലേ വെടിവെക്കാൻ രസമുള്ളൂ. ഒന്നും മിണ്ടാടില്ലടോ. തൻ്റെ കയ്യിൽ തോക്ക് വെച്ചിട്ട് തന്നെ വെടിവെച്ച് തോന്നുന്നുള്ള കിട്ടും. അമ്മാതിരി സൈക്കോപാത്ത്. നമ്മളെ കയ്യിലുള്ള പൈസക്ക് വെച്ച് സാധനം എന്താ കിട്ടിയിട്ടുണ്ട്. ഇത് ഒന്നും മിണ്ടാടില്ലടോ. തനിക്ക് എന്തിൻ്റെ കൊണാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് കള്ളമണ്ണി. ഇയാളെ കൊണ്ട് വലിയ ശല്യം കഴിച്ചാൽ നമുക്ക് ഈ തോക്ക് ഫൈനലൈസ് ചെയ്യാം. ഓക്കെ മച്ചാൻ വാ പോവാണ് ട്ടാ. നമുക്ക് ഇവിടെ നിന്ന് ഒരു ജാക്കറ്റും കൂടി മേടിക്കാം. എന്തായാലും നമ്മൾ നല്ല ബൈക്ക് പോവല്ലേ. ഇത് വേണോ? വേണ്ട വയസ്സ്. ഇത് വേണ്ട. ഇത് രസമില്ല. ഇതുപോലെ കൈസ് ഇത് മതിയെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഒരു കണ്ണടയും കൂടി മേടിച്ചിട്ടുണ്ട് കൈസ്. പൈസ ഒന്നും നമ്മൾ നോക്കിയില്ല. നമുക്ക് നൈസായിട്ട് പോവാം കൈസ്. വഴി മാറോ ബറു കൂട്ടുകാരെ, ഒന്നിച്ച് നമുക്ക് പോകാം. ഒന്നിച്ച് നമ്മൾ പോയാൽ ശ്രമിച്ചാൽ വിജയം നമുക്ക്. നമ്മളെങ്ങോട്ടാണ് പോകുന്നത് എനിക്കറിയാൻ പാടില്ല കൈസ്. നമ്മളെങ്ങോട്ടെങ്കിലൊക്കെ പോവുക, അതൊക്കെയാണല്ലോ ഈ ഗെയിമിൻ്റെ ഒരു ലക്ഷ്യം. ഓക്കെ, നമുക്ക് നൈസായിട്ട് ഇവിടെ ഇറക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. കാരണം പ്രത്യേകിച്ച് എന്താണ് പ്രാന്ത വീണ്ടും വണ്ടിക്കകത്ത് കയറിയിരിക്കുന്നത്. ഈ കൈസ് നമുക്ക് പോവാം. നമുക്ക് പോയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നാലും ഇവിടെ ഒരു തടിയനപ്പനും ഇവിടെ നിൽപ്പുണ്ട്. കപ്പിൾസ് എന്താ നീ ഇങ്ങനെ നോക്കണേ? നീ എന്നാ ഇതൊന്നും മനസ്സിനെ കണ്ടിട്ടില്ലേ? നമ്മളൊന്നും നോക്കുവല്ല നീ പോടി വീട്ടിൽ പോടി. ഉള്ള ഡ്രസ്സ് കണ്ടില്ലേ? അയ്യോ പോലീസ്. നമ്മൾ ചെറുതായിട്ട് രണ്ടുപേരും ഇടിച്ചു പോകുന്നതിന് നമ്മൾ പോലീസ് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് പോവുക. പോലീസ് മാമ വന്നു കഴിഞ്ഞാൽ സീനാവും. കിറുക്കന്മാർ തലക്കടിക്കും. അമ്മാര് സീനാണ്. പെട്ടെന്ന് പോവുക. ഓ ഗൈസ് സീനാവും എനിക്ക് തോന്നുന്നു. ഇതുവഴി പോകണ്ട, മറ്റേ വഴി പോവാ. ഓക്കേ, വഴി മാറുവേണ്ട പിള്ളേ. അത് തന്നെ ഗൈസ് തെറ്റ്. ഗൈസ് ഇതൊക്കെ എന്തൊരു രസാന്ന് അറിയാം. അയ്യോ കിറുക്കന്മാർ മുമ്പിൽ നിന്ന് തന്നെ. നമുക്ക് ഫസ്റ്റ് 1 സ്റ്റാർ ആയിട്ടുള്ള അതൊന്നും നമുക്ക് വലിയ വിഷയമില്ല. 1 സ്റ്റാറൊക്കെ പെട്ടെന്ന് നോക്കോളും. എന്തായാലും പോലീസ് നമ്മൾ ചേസ് ചെയ്ത സമയത്തിന് നമുക്ക് നൈസായിട്ട് ബാർബർ ഷോപ്പിൽ കയറി മുടി വെട്ടാം. ഓക്കെ, നമ്മളിതാ എന്തുട്ടാ കഥയൊന്നും നോക്കിയില്ല. ചേച്ചി മുടി വെട്ടി തന്നെ. മുടി പറ്റടിച്ചാൽ മതി. 20 രൂപ ഞാൻ തരാം. ഈ തലയിൽ മുടി ഉണ്ടായിട്ടുമുണ്ട്. ഇവൻ പകുതി കഷണ്ടിയാ. പിന്നെ എവിടെ മുടി വെട്ടാനാന്നാണ്. എന്നാലും ഉള്ളതിൽ ഏറ്റവും കുറഞ്ഞത് നമുക്ക് നോക്കിയെടുക്കാം. കാരണം നമുക്ക് കയ്യിൽ കാശ് കുറേ ഉള്ളതുകൊണ്ട് നമുക്ക് ഏറ്റവും കുറഞ്ഞത് എത്ര രൂപയുടെ ഉള്ളത് ഒന്നും വലിയ രസമില്ല. എന്നാലും 25 രൂപയുടെ ഉണ്ട്. നമുക്ക് അത് തന്നെ എടുക്കാം. എന്തായാലും കൈസ് നമുക്ക് 25 രൂപയുടെ കട്ട് മതി. നമുക്ക് 25 രൂപയുടെ കട്ട് അടിക്കാം. പൊന്നി ചേച്ചി ഇതിപ്പോൾ എന്താ വ്യത്യാസം? നേരത്തേലുള്ള അതിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് നൈസായിട്ട് ഇറങ്ങി പോവാം അവിടെ നിന്ന്.
കള്ളപ്പന്നി $25 മേടിച്ചിട്ട് 2 നാല് വെട്ടിക്കളഞ്ഞു. അതിനാണ് ഇത്ര വലിയ ഇത്. നെക്സ്റ്റ് പുറകിൽ ആൾക്കാർ എനിക്ക് കപ്പിൾസിനെ കണ്ടെങ്കിൽ ഇഷ്ടമല്ല, എന്താണെന്ന് അറിയാൻ പാടില്ല. എനിക്കിപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, പോവാം. എൻ്റെ വണ്ടി ഏതായിരുന്നടാ? ഇതല്ലേ? അല്ലല്ല ഇതായിരുന്നു വണ്ടി മാറിപ്പോയി ചെറുതായിട്ട്. ഇപ്പോൾ വല്ലവൻ്റെ വണ്ടി എടുത്ത് പോയേനെ. ആക്ച്വലി നമ്മളിൽ മോഷ്ടിക്കണമൊന്നുമില്ല വണ്ടിയൊന്നും, നമ്മളെല്ലാം ഇതായിട്ടാണ്. നമ്മൾ കച്ചറയായിട്ടുള്ളതൊക്കെ നമുക്ക് ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഏത് ഓക്കെ മച്ചാന്മാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ വീണ്ടും പറയുകയാണ്, പറയാനൊന്നും വില കുറച്ച് കാണരുത്. ഓക്കെ നമുക്ക് തൽക്കാലം എങ്ങോട്ടെങ്കിലുമൊക്കെ വെച്ച് പിടിക്കാം. ഇവിടെ ചെറുതായിട്ട് കിറുക്കന്മാർ കണ്ടുകൊണ്ടൊരു സംശയം. നമ്മളിവിടെ പൊളിച്ച് നിൽക്കുകയാണ്. നമ്മുടെ കമ്പ്യൂട്ടർ നല്ല ഗ്രാഫിക്സ് ഉള്ള കാരണം പകുതിയൊന്നും ലോഡായിട്ടില്ല. ഇതൊന്നും നമുക്ക് വിഷയമില്ല, നമ്മൾ പകുതി ഗ്രാഫിക്സിൽ ഗെയിം കളിക്കുന്ന ടീംസാണ്. അതുകൊണ്ട് അവർക്കൊന്നും വലിയ ബിസിയില്ലാത്ത കാര്യമായതുകൊണ്ട് അവിടെ നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് ഗൺസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ ഇവിടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പോലീസ് പിടിക്കുമോ? കൈസ് കിറുക്കന്മാർ കണ്ട് കൈസ് നമുക്ക് ഇവിടെ വിളിച്ചിരിക്കുക. കിറുക്കന്മാർ വന്നാൽ കിറുക്കന്മാരുടെ മുട്ട അടിച്ച് പൊളിക്കുക. നമ്മുടെ മുട്ടക്കെട്ട് പോകുമ്പോഴേക്കും നമ്മൾ സീനാണ് അറിയാമല്ല. ഇത് ഗെയിം ഇപ്പോഴും പകുതി ലോഡായിട്ടില്ല. നമ്മളുടെ കുഴപ്പമില്ല, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കുഴപ്പമാണ്. ഇവിടെ ഗൈസ് അവിടെ കിറുക്കന്മാർ വന്നേക്കാണ് കള്ളമായി. ഗൈസ് അവന്മാർ ഗൈസ് നമ്മളിപ്പോൾ ഒരു ഗ്ലിച്ചിലാണ് ഇപ്പുറത്തൊന്ന് നിൽക്കണത്. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നൈസായിട്ട് വല്ല ബോംബ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ ചേട്ടാ. എനിക്ക് തോന്നുന്നില്ല പറ്റുമെന്ന്, എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നമുക്ക് അയ്യോ കിറുക്കൻ അടുത്ത് തന്നെ ഉണ്ടാ ചവന്മാർക്ക് നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് വിഷയമില്ല, നമുക്കിപ്പോൾ സേഫാണ്. ഇവിടെ എന്തോ മതിലുണ്ട്, ബാരിയർ, പക്ഷെ നമുക്ക് അത് കടക്കാൻ പറ്റില്ല. ഇപ്പോൾ കിറുക്കന്മാരെ അപ്പുറത്തുണ്ട്. നമുക്ക് കിറുക്കന്മാരുടെ മേത്തോട്ട് ഗ്ലിച്ച് വഴി RPG വിടാൻ നോക്കാം. ഇതൊരു അടപടലം ത്രികോണത്തിൽ മൂഞ്ചലായതുകൊണ്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഇറങ്ങാം. മച്ചാനെ ഒന്ന് ഇറങ്ങിയാല പണിക്കും പോടാ ഊളെ. ഇനി ഇത് എൻ്റെ കറക്റ്റാ ശരി. എന്നാ പാവം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയായിരിക്കും, എന്നാലും നമുക്കൊന്നും വിഷയമില്ല. നമുക്ക് കണ്ട കഴിച്ച് നമ്മൾ ഓഫ് റോഡാണ് ഇഷ്ടം. ഇവിടെയെങ്കിലും ഓഫ് റോഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വല്ലവൻ്റെ പറമ്പിൽ കൂടിയൊക്കെ ഓടിച്ചുകൊണ്ട് പോവാം. ചെറിയൊരു ഇതൊക്കെ ഗെയിമിൽ സ്ക്രിപ്റ്റഡ് ആണ്, അല്ലാണ്ട് ലാഗൊന്നും അല്ല. നമ്മൾ വീണ്ടും ഒരു തോക്ക് കടയിൽ എത്തിയിട്ടുണ്ട്. തോക്കൊന്നും മേടിക്കുക ഇപ്പം കൈ കാശില്ലാത്തതുകൊണ്ട് നമുക്ക് നൈസായിട്ട് വണ്ടിയും കൊണ്ടൊക്കെ പോവുക. ഇതെന്താണ് നമുക്ക് എങ്ങോട്ടെന്ന് അറിയാൻ പാടില്ല, നമ്മക്കങ്ങ് പോവുക. അത് പോകണമെന്നൊരു ബിസി ഇല്ലാത്ത കാര്യം. അയ്യോ വഴിന്ന് മാറി കടൗളെ ബ്രോ. അയ്യോ ചെറുതായിട്ട് രണ്ടുപേരുടെ മേത്ത് കൂടി വണ്ടി കയറ്റി, അതൊരു കുറ്റാണോ? അതൊരു കുറ്റമില്ല. GTA 5 ലോകത്ത് തട്ടിപ്പോയിന്നാ കേട്ടത്, എന്നാലും കുഴപ്പമില്ല. കാശ് 1 സ്റ്റാർ വാണ്ടഡ് ലെവലായിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള സീനാണ്, വലിയ സീനൊന്നുമില്ല. നമ്മളൊക്കെ വലിയ സീൻ പിടിച്ചിട്ടുള്ള ടീംസ് ആയതുകൊണ്ട് നമുക്കതൊന്നും വിഷയമില്ല. ഇതൊക്കെ ഇന്ത്യൻ ബൈക്കാരനെന്ന് ഞാൻ എപ്പോഴേ എല്ലാത്തിനും മാണം വിട്ട് തീർത്തന്നെന്നറിയും. പക്ഷേ കൈസ് നമുക്ക് ഈ ഗെയിം പക്ക റിയലിസ്റ്റിക് ആയതുകൊണ്ട് കൈസ് കണ്ട ഗെയിമൊക്കെ പകുതിയൊക്കെ ലോഡാവുള്ളൂ, എന്നാലും നമ്മൾ അതും പിടിച്ച് കളിക്കും. അങ്ങനത്തെ ടീംസാണ് നമ്മളൊക്കെ. എന്താ ഇത് വഴിയിലാണ് വണ്ടി ഇട്ടേക്കണത്, മോശമല്ലയോ? പോലീസുകാർ പുറകെ ഉണ്ട് മിക്കവാറും. അയ്യോ ബൈ മാറ് ബ്രേക്കില്ല എൻ്റെ പൊന്നി അട്ട പറഞ്ഞല്ലേ ബൈ മാറാൻ. ചേട്ടനെ ഇടിച്ചിട്ടുണ്ട് ഗൈസ്, കുറേ എണ്ണമൊക്കെ പേടിയാവേണ്ടെന്ന് തോന്നുന്നു. ചന്മാര് സീനാണ്. എൻ്റെ വണ്ടിക്കെതിരെ നീ വരുമല്ലേടാ, നിൻ്റെ മേത്തു കൂടി ഞാൻ എടുത്തുകൊണ്ട് പോകും വന്നി. അയ്യോ വണ്ടി ഫുള്ളും ചോരയായി ഗൈസ്. പക്ഷെ 1 സ്റ്റാർ വാണ്ടഡ് ലെവൽ അതൊന്നും നമുക്ക് വിഷയമില്ലാത്ത കാര്യമായതുകൊണ്ട്. അയ്യോ പോലീസുകാർ, അയ്യോ കിറുക്കന്മാർ വന്നു ഗൈസ്. കിറുക്കന്മാർ അവിടെ ഇവിടെയൊക്കെ വണ്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്.
വിജയകരമായ ഒരു നേട്ടം തന്നെയാണ് നമ്മൾ വഹിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ 2 സ്റ്റാർ വേണ്ട ലെവലായി. ഹൈസ് വണ്ടിയുടെ പണിയും പാളിയിട്ടുണ്ട്. ഇത് പണിയായില്ല മാറിക്ക് പെണ്ണും പുള്ളേ. എല്ലാവരും അടവെക്കാൻ മര്യാദയുള്ള വണ്ടിക്ക്. പക്ഷെ ഞാനിവിടെ മര്യാദക്ക് വണ്ടി കുടിക്കുമ്പോൾ എല്ലാവരും വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് വന്ന് ചാടിയാണ്. വഴിയിൽ നിന്നാണല്ലോ ചായ കുടിക്കണത്. നേരെയുള്ള റോട്ടിലാണ് പന്നി വന്ന് എന്നാ പിടിച്ചോ എൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ്. നമുക്ക് ഇതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ കാരണം ഇങ്ങനെയൊക്കെയാണ് GTA 5 കളിക്കേണ്ടത്. ഇതേ ആന ചെവിട്ടാട്ടണോ നമ്മളെ ബോണ്ടൊക്കെ തുറന്നു വന്നിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ വണ്ടികളുടെ ഗമനീയ ശേഖരം തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് ചീറ്റ് കോഡ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ബസ് ഓഫ് ഓർഡർ ചെയ്തിട്ടുണ്ടാവുന്നത്. ബസ് ഓഫ് വന്നിട്ടില്ല. ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്ത് നോക്കാം. ബസ് ഓഫ് ഒന്നുമില്ലല്ലോ. എന്ത് തേങ്ങ കുഴപ്പമില്ല. നമുക്ക് ബല്ലോൻ്റെ വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോവാം. ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. മച്ചാനെ ടൂർ പോകുമായിരിക്കും അല്ലേ ഫാമിലി ആയിട്ട്? ഓക്കെ മച്ചാനെ പൊക്കോട്ടാ. മച്ചാൻ ടൂറാ സ്വർഗത്തിലോട്ടാ. എങ്ങോട്ട് വേണേലും വെക്കോ. ഞാൻ ഈ വണ്ടി കൊണ്ടങ്ങ് പോവാ. അയ്യോ അതിൻ്റെ ഇടക്കാരനാ ഹെലികോപ്റ്റർ. ഗൈസ് നേരത്തെ നമ്മൾ ചെയ്ത ബസ് ഓഫ് ഇപ്പോഴാണ് വന്നത്. അതിൻ്റെ മോനെ അടിച്ച് പൈസൻ്റെ മുട്ട കുട്ടി പൊട്ടിച്ചിട്ടുണ്ട്. ചത്ത തോന്നുന്നു ഗൈസ്. മറ്റേ ചത്ത നമുക്ക് ഹെലികോപ്റ്റർ എടുത്തിട്ട് ഇനി തുടങ്ങാം. നമ്മുടെ ബസ് ഓഫ് ഇപ്പോഴാണ് വന്നത്. ചെറിയ ഡിലേ ഉണ്ടായിരുന്നു. മച്ചാമാരെ നമ്മളെ ട്രിപ്പ് ഓണാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് നൈസായിട്ട് ഇവിടേക്ക് പോവാം. എങ്ങോട്ടെങ്കിലൊക്കെ പോവാം. കാരണം ഈ മാപ്പൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പാടില്ല. പക്ഷെ ഇത് നല്ലൊരു രസമുണ്ട് ഗൈസ്. നല്ല രസം. ഊഞ്ഞാലാടുന്നൊരു ഫീല്. നമുക്ക് പാരച്യൂട്ട് ട്രൈ ചെയ്യാം ഗൈസ്. നമുക്ക് ഇറങ്ങി ചാടുക. അയ്യോ പാരച്യൂട്ട് വന്നില്ല ഗൈസ്. മൂഞ്ചി പാരച്യൂട്ട് വന്നില്ല. പാരച്യൂട്ട് ചതിച്ച്. പാരച്യൂട്ട് വന്നില്ല ഗൈസ്. വേറെ കുഴപ്പമൊന്നുമില്ല.